ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1992 വർഷത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച മലയാള ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം കരിയറിലെ മികച്ചൊരു വർഷമായിരുന്നു 1992 കടന്നുപോയത്. അഭിനയിച്ച ഒട്ടുമിക്ക ചിത്രങ്ങളും വിജയം കൈവരിച്ച ഈ വർഷത്തിൽ ആകെ 6 ചിത്രങ്ങളിലാണ് മമ്മൂട്ടി അഭിനയിച്ചത്. ഇനി ഏതൊക്കെയാണ് 92 മമ്മൂട്ടി അഭിനയിച്ച ചിത്രങ്ങളെന്ന് നോക്കാം. 92 മമ്മൂട്ടി അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു ഫെബ്രുവരി 14 റിലീസ് ചെയ്ത കൗരവർ. ചാന്ദിനി ഫിലിംസിന്റെ ബാനറിൽ ജോഷി സംവിധാനം ചെയ്ത ഈ ഫാമിലി ആക്ഷൻ ത്രില്ലർ ചിത്രം മമ്മൂട്ടിയുടെ ആരാധകരെ വേണ്ടുവോളം തൃപ്തിപ്പെടുത്തിയ ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ മികച്ച കളക്ഷനിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രം മമ്മൂട്ടിയുടെ 92 ആദ്യത്തെ വിജയ ചിത്രം കൂടിയായി. AK ലോഹിതദാസ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ കന്നഡ സൂപ്പർ താരം വിഷ്ണുവർദ്ധൻ, മുരളി, തിലകൻ, ബാബു ആന്റണി, ഭീമൻ രഘു, അഞ്ജു തുടങ്ങി വൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. SP വെങ്കടേഷ് ഇണമിട്ട മനോഹരമായ ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് മാറ്റുകൂട്ടിയ ഘടകങ്ങളിൽ ഒന്നായിരുന്നു. 92 മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 2 തിയേറ്ററുകളിലെത്തിയ സൂര്യമാനസം. നന്ദന ഫിലിംസിന്റെ ബാനറിൽ നന്ദകുമാർ നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് വിജി തമ്പിയായിരുന്നു. മമ്മൂട്ടി പുട്ടുറുമീസ് എന്ന ബുദ്ധിമാന്ദ്യം സംഭവിച്ച കഥാപാത്രമായി ഗംഭീര അഭിനയം കാഴ്ചവെച്ച സൂര്യമാനസത്തിന്റെ തിരക്കഥാ സംഭാഷണം ഒരുക്കിയത് സാബ് ജോൺ ആയിരുന്നു. തമിഴ് നടി വിനോദിനി നായികയായി അഭിനയിച്ച ഈ ചിത്രത്തിൽ രഘുവരനായിരുന്നു വില്ലൻ വേഷം കൈകാര്യം ചെയ്തിരുന്നത്. പ്രശസ്ത തെലുങ്ക് സംഗീത സംവിധായകൻ മരകതമണി ഈണമിട്ട അതിമനോഹരമായ ഗാനങ്ങളടങ്ങിയ സൂര്യമാനസം ഏറെ നിരൂപക ശ്രദ്ധ നേടിയെങ്കിലും സാമ്പത്തികമായി ഉദ്ദേശിച്ച വിജയം കൈവരിക്കാനായില്ല. അതുകൊണ്ട് തന്നെ സൂര്യമാനസം ബോക്സ് ഓഫീസിൽ ഒരു പരാജയ ചിത്രമായിരുന്നു. 92 മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ഏപ്രിൽ 10 തിയേറ്ററുകളിലെത്തിയ ജോണി വാക്കർ. അക്ഷയ ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് ജയരാജ് ആയിരുന്നു. മമ്മൂട്ടിയുടെ സ്റ്റൈലൻ വേഷവിധാനങ്ങളുമായി പുറത്തിറങ്ങിയ ഈ ഹൈ ക്ലാസ് ആക്ഷൻ എന്റർടൈനറിന്റെ തിരക്കഥാ സംഭാഷണം ഒരുക്കിയത് രഞ്ജിത്ത് ആയിരുന്നു. തമിഴ് നടി രഞ്ജിത മലയാളത്തിൽ നായികയായി അരങ്ങേറ്റം കുറിച്ച ഈ ചിത്രത്തിൽ സോമൻ, ജഗതി ശ്രീകുമാർ, പ്രേംകുമാർ തുടങ്ങി ഒരു വൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനങ്ങൾക്ക് SP വെങ്കടേഷ് സംഗീത സംവിധാനം നിർവഹിച്ച ഈ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും 92 ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച ഗാനങ്ങളായിരുന്നു. ഇത്രയേറെ അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും ചിത്രത്തിന്റെ അവതരണത്തിലെ പാളിച്ചയും നാറ്റിവിറ്റി ഇഷ്യൂവും ബോക്സ് ഓഫീസ് പെർഫോമൻസിനെ കാര്യമായി ബാധിച്ചു. അതുകൊണ്ട് തന്നെ വിഷു ചിത്രങ്ങളിൽ ഗംഭീര ഇനീഷ്യൽ നേടിയിട്ടും സാമ്പത്തികമായി ജോണി വാക്കറിന് ഉദ്ദേശിച്ച വിജയം കൈവരിക്കാനായില്ല. 92 മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ജൂലൈ 23 തിയേറ്ററുകളിലെത്തിയ മഹാനഗരം. ഇഡാസ് മൾട്ടിമീഡിയയുടെ ബാനറിൽ സംവിധായകൻ KG ജോർജ് നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് TK രാജീവ് കുമാർ ആയിരുന്നു. മമ്മൂട്ടി ചന്തക്കാട് വിഷൻ എന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കിയത് ഡെന്നിസ് ജോസഫാണ്. താടിയും മുടിയും നീട്ടി വളർത്തി മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ വേഷവിധാനങ്ങൾ കൊണ്ട് തന്നെ ശ്രദ്ധേയമായ മഹാനഗരം ആക്ഷൻ എന്റർടൈനർ എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ വമ്പൻ ഇനീഷ്യലും തരക്കേടില്ലാത്ത അഭിപ്രായവും നേടി 92 മമ്മൂട്ടിയുടെ തന്നെ രണ്ടാമത്തെ ഹിറ്റ് ചിത്രമായി മാറി മഹാനഗരം. തിലകൻ കേളുറൈറ്റർ എന്ന വില്ലൻ വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ മുരളി, ശാന്തികൃഷ്ണ, അശോകൻ, മീന തുടങ്ങിയ താരങ്ങളും ഉണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ തകർപ്പൻ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ ചിത്രത്തിലെ നായിക ബോളിവുഡ് നടി നീതാപുരി ആയിരുന്നു. ജോൺസൺ സംഗീത സംവിധാനം നിർവഹിച്ച ഈ ചിത്രം പ്രമുഖ കേന്ദ്രങ്ങളിലൊക്കെയും 50 ദിവസത്തിന് മുകളിൽ കംപ്ലീറ്റ് ചെയ്ത ചിത്രമായിരുന്നു. 92 മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ഓഗസ്റ്റ് 27 ഓണത്തിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ കിഴക്കൻ പത്രോസ്. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയെ നായകനാക്കി TS സുരേഷ് ബാബു സംവിധാനം ചെയ്ത കിഴക്കൻ പത്രോസ് മമ്മൂട്ടിയുടെ അഭിനയം കൊണ്ടും ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും ഏറെ ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു. പാർവതിയും ഉർവശിയും നായികമാരായി എത്തിയ ഈ ഫാമിലി ആക്ഷൻ എന്റർടൈനർ ചിത്രം ഓണത്തിന് ഒരാഴ്ച മുന്നേ റിലീസ് ചെയ്തതുകൊണ്ട് തന്നെ തകർപ്പൻ ഇനീഷ്യലും തരക്കേടില്ലാത്ത കളക്ഷനും നേടി ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ മമ്മൂട്ടി ചിത്രമായിരുന്നു. പ്ലാസ നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കിയത് ഡെന്നിസ് ജോസഫാണ്. SP വെങ്കടേഷ് സംഗീത സംവിധാനം നിർവഹിച്ച കിഴക്കൻ പത്രോസിന്റെ വിജയത്തിന് ഓണം സീസണിന്റെ അഡ്വാൻറ്റേജും നിർണായകമായ ഘടകത്തിലൊന്നായിരുന്നു. 92 മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു സെപ്റ്റംബർ 4 ഓണത്തിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ പപ്പയുടെ സ്വന്തം അപ്പൂസ്. കുടുംബ പ്രേക്ഷകരുടെ പൾസറിഞ്ഞ സംവിധായകൻ ഫാസിൽ മമ്മൂട്ടിയോടൊരുമിച്ച ഈ ചിത്രം ഫാമിലി സെന്റിമെന്റ്സിന് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു.
അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയിൽ നല്ല മൗത്ത് പബ്ലിസിറ്റിയിലും വമ്പൻ കളക്ഷനിലും 92-ലെ തന്നെ തകർപ്പൻ വിജയം കൈവരിച്ച മമ്മൂട്ടി ചിത്രമായിരുന്നു പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഹൈസ് പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് ABC സെൻറ്ററുകൾ എന്ന വ്യത്യാസമില്ലാതെ എല്ലാ കേന്ദ്രങ്ങളിലും വൻ വിജയം നേടിയ ഈ ചിത്രം 1992-ലെ തന്നെ ഏറ്റവും വലിയ പണംവാരി ചിത്രങ്ങളിലൊന്നായിരുന്നു. സുരേഷ് ഗോപിയും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ പുതുമുഖം സീനാദാദിയായിരുന്നു നായികയായി എത്തിയത്. ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ ഒരുങ്ങിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് നിർണായകമായ പങ്കുവഹിച്ചു. ശോഭന ഗസ്റ്റ് റോളിലെത്തിയ പപ്പയുടെ സ്വന്തം അപ്പൂസ് തിരുവനന്തപുരത്ത് 150 ദിവസത്തിന് മുകളിൽ ഓടിയ ചിത്രം കൂടിയായിരുന്നു. ആകെ സമ്മർ നോക്കുമ്പോൾ 92-ൽ മമ്മൂട്ടി അഭിനയിച്ച ചിത്രങ്ങളുടെ സക്സസ് റേഷ്യോ 67% ആണ്. ഇതിൽ 4 ചിത്രങ്ങൾ സാമ്പത്തികമായി വിജയം കൈവരിച്ചപ്പോൾ 2 ചിത്രങ്ങൾ സാമ്പത്തികമായി പരാജയപ്പെട്ടു. ഇത്രയുമാണ് 1992-ൽ മമ്മൂട്ടി അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.